Hi students, welcome to our next session. In this session, we can discuss about what are the remedial measures adopted to control inflation. What are the remedial measures undertaken to control inflation? There are two measures are adopted in order to control inflation. They are monetary measures and fiscal measures. Monetary measures and fiscal measures. The monetary measures are raises bank rate, sale of government securities, raises reserve requirements, consumer credit control, demonetization of currency. First one, raises bank rate. In order to reduce the money supply, the government can make, the Reserve Bank can raises the bank rate. ഇപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമ്മളുടെ മണി സപ്ലൈ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദിസ് ഡിസ്കറേജസ് ദ ബോറോവർ ടു ടേക്ക് ലോൺസ് അല്ലെ. അപ്പം നമ്മൾ വളരെയധികം നമ്മൾ പർച്ചേസിങ് പവർ കൂടുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈസിലി നമുക്ക് ലോൺ കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റിയും ലോ ഇൻട്രസ്റ്റ് റേറ്റും ആണ്. അപ്പോൾ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ദിസ് വിൽ ഡിസ്കറേജ് ദ ബോറോവർ ടു ടേക്ക് ലോൺസ് അല്ലേ. അപ്പോൾ അവർക്ക് ലോൺ എടുക്കാനായിട്ടൊരു ഡിസ്കറേജ്മെൻ്റ് ആണ്, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കാനായിട്ട് നമുക്ക് ബാങ്ക് റേറ്റ് റൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുകളുടെ കയ്യിൽ പർച്ചേസിങ് പവർ കുറയും. Then sale of government securities. The government may adopt two methods for regulating money supply. They are buying of securities and selling of securities. These are the two methods adopted by government in order to control money supply. Money supply control ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒന്നുകിൽ സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യാം. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ മണി സപ്ലൈ ഓർ റെഡ്യൂസിങ് ദ പർച്ചേസിംഗ് പവർ ഓഫ് പീപ്പിൾ, ദ ഗവൺമെന്റ് ക്യാൻ സെൽ ദ സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റി റിസർവ് ബാങ്കിന് അവരുടെ സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യാം. സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യുമ്പോൾ മറ്റ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായിട്ടുള്ള ഒരു തടസ്സങ്ങളാണ് വരുന്നത്. സോ നമുക്ക് ഇൻഫ്ലേഷൻ ഇങ്ങനെയും കൺട്രോൾ ചെയ്യാം. ദെൻ റൈസസ് ദ റിസർവ് റിക്വയർമെന്റ്സ്. ഓരോ ബാങ്കുകളും ഇത്ര ഒരു പെർസെൻറ്റേജ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു റിസർവ് റേറ്റ് ഉയർത്തിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് അതിന്മേൽ വരുന്നത്. ഇറ്റ് ഫോഴ്സസ് ദ ബാങ്ക്സ് ടു റെസ്ട്രിക്ട് ദയർ ലെൻഡിങ്. ബാങ്ക്സ് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ റിസർവ് റേറ്റ് ഉയർത്തി കഴിഞ്ഞാൽ ബാങ്കുകളുടെ ലെൻഡിങ്ങിന്മേൽ ഒരു റെസ്ട്രിക്ഷൻ വരുത്താനായിട്ട് ബാങ്കിന് കഴിയും, റിസർവ് ബാങ്കിന് കഴിയും. The next one, consumer credit control. Consumer credit control means consumer credit are given to the consumer in order to purchase durable goods. നമുക്കറിയാം ഡ്യൂറബിൾ ഗുഡ്സിനൊക്കെ വാങ്ങാനായിട്ട് ലോണുകൾ ഒരുപാട് കൺസ്യൂമേഴ്സ് എടുക്കുന്നുണ്ട്. അതാണ് ഈ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, നമ്മളുടെ ഈ ലോണുകളൊന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ ആളുകളുടെ പർച്ചേസിങ് പവറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ദിസ് ക്യാൻ control the inflation. The next one, demonetization of currency. This is done to control black money. ഡിമോണിറ്റൈസേഷൻ മീൻസ് വിഡ്രോവൽ ഓഫ് സം കോയിൻസ് ഓർ റുപ്പീസ് ആണ് അല്ലെ. നമ്മളുടെ ചില റുപ്പീസും കോയിൻസും ഒക്കെ വിഡ്രോ ചെയ്യാണ് മൊത്തത്തിൽ. അതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയാം. അങ്ങനെ ഡിമോണിറ്റൈസേഷൻ വരുത്തി കഴിഞ്ഞാൽ, അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് മണിയും മറ്റുമൊക്കെ നികുതി വെട്ടിച്ചുള്ള നമ്മളുടെ മണികളെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ബ്ലാക്ക് മണിയൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ആ ബ്ലാക്ക് മണിയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസി വഴി നമുക്ക് സാധിക്കും. These are the various monetary measures adopted by the required authority to control inflation. That is, raises bank rate, sale of government security, raises reserve requirements, consumer credit control, and demonetization of currency. Then the next one, the measures. Fiscal measures. These are the measures adopted by government in order to control inflation. Inflation control ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന some measures ആണ് fiscal measures. The fiscal measures are reduction in public expenditure, increase in tax, public borrowing, overvaluation of domestic currency, increase savings. First one, reduction in public expenditure. Government makes a lot of expenses for the benefit of the public at large. പൊതുജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്. ദാറ്റ് ഈസ് പെൻഷൻ, സെക്യൂരിറ്റി സ്കീംസ്, ഇൻഷുറൻസ് എക്സെട്ര.
അതുപോലെ തന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റീസ്, അല്ലെ പെൻഷൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഇതും കൂടി കിട്ടുമ്പോൾ ആളുകളുടെ ആ കയ്യിലുള്ള മണി സപ്ലൈ കൂടുകയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ദെൻ ദേ ക്യാൻ യൂസ് ദെയർ സേവിങ്സ് ഫോർ പർച്ചേസിങ് ദാൻ ദെയർ റിക്വയർമെൻറ്റ്സ്. അപ്പം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനം വാങ്ങാനുള്ള മണി അവരുടെ കയ്യിലുണ്ട്. സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസ് ഇൻ ടാക്സ് കൂട്ടുകയാണെങ്കിൽ ആളുകളുടെ കയ്യിലെ പർച്ചേസിങ് പവർ കുറയും. ദെൻ പബ്ലിക് ബോറോയിങ്, ഗവൺമെൻറ് മേ ബോറോ മണി ഫ്രം പബ്ലിക്. ഗവൺമെൻറ് ആളുകളുടെ സേവിങ്സ് ബോറോ ചെയ്യുകയാണെങ്കിൽ, ലോൺ പോലെ ഗവൺമെൻറ് അത് ബോറോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കൺട്രോൾ ദ ഇൻഫ്ലേഷൻ. The next one, over valuation of domestic currency, exchange rate വരുന്ന variations ആണ്. The next one, increase in savings. It restrict the spending among people. We can restrict the sending among people by way of increasing the savings. നമ്മളിപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കിട്ടുന്ന ആ ഒരു വിഹിതത്തിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മളുടെ കുറയും. These are the measures to be adopted by government for controlling inflation. Next, we have to explain the disinflation. What do you mean by disinflation? Disinflation is the reduction in the rate of ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ റേറ്റിൽ വരുന്ന റിഡക്ഷനെയാണ് നമ്മൾ പറയുക ഡിസ്ഇൻഫ്ലേഷൻ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ പ്രൈസസ് ആർ ഫോളിങ്, ബട്ട് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഇൻഫ്ലേഷൻ ഈസ് ഫോളിങ്. അപ്പോൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ റേറ്റിൽ കുറവ് വരിക, അല്ലാതെ പ്രൈസുകൾ ഫോൾ ചെയ്യുന്നു എന്ന അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ഡിസ്ഇൻഫ്ലേഷൻ എന്നിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 2018 ഇൻഫ്ലേഷൻ റേറ്റ് 4 ആയിരുന്നു, 2019 ഇൻഫ്ലേഷൻ റേറ്റ് 3 ആയിരുന്നു, 2020 ഇൻഫ്ലേഷൻ റേറ്റ് 2 ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു റിഡക്ഷൻ ഇൻ ദ ടെൻഡൻസി ഓഫ് ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ദ ഡിസ്ഇൻഫ്ലേഷൻ. ദർ ഈസ് എ reduction in the rate of inflation is called disinflation. The next one, deflation. Deflation is the opposite of inflation. Inflation means rising prices of almost all items. ഒരുവിധം എല്ലാ ഐറ്റങ്ങളുടെയും വില കൂടണേനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. പക്ഷെ deflation is the opposite of inflation. It is a situation where the prices are falling. ഒരുവിധം ഐറ്റങ്ങളുടെയൊക്കെ വില കുറയുന്ന ഒരു സിറ്റുവേഷനെയാണ് deflation എന്ന് പറയാം. Then the next is the chronic situation is stagflation. Stagflation is a situation where an inflation rate is high, the economic growth slows down and employment remains steadily, unemployment remains steadily high. This is unemployment ആണ് ഇവിടെ, അല്ലാണ്ട് എംപ്ലോയ്മെന്റ് അല്ല കേട്ടോ. അപ്പോൾ സിറ്റുവേഷൻ വേറെ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇപ്പോഴാണ് സ്റ്റാഗ്ഫ്ലേഷൻ വരെ, ഒരു ക്രോണിക് സിറ്റുവേഷൻ ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമ്പോൾ നമ്മളുടെ അതായത് പർച്ചേസിങ് പവർ ആളുകളുടെ കയ്യിൽ കുറയാണ്, മൊത്തത്തിൽ ഇൻഫ്ലേഷൻ എല്ലാത്തിൻ്റെയും ഐറ്റംസിൻ്റെയും വില കൂടുകയാണ്. ഇൻ ദിസ് കേസ് ഇക്കണോമിക് ഗ്രോത്ത് വിൽ ഗോ ഡൗൺ. ഇക്കണോമിക് ഗ്രോത്ത് നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റിമെയിൻസ് സ്റ്റഡിലി ഹൈ. നമ്മളുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം, അതുപോലെ തന്നെ ഇക്കണോമിയുടെ ഗ്രോത്ത് റേറ്റും കുറയുന്നു, ഇൻഫ്ലേഷൻ വന്നു. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുക സ്റ്റാഗ്ഫ്ലേഷൻ. താങ്ക് യു ഓൾ.